മൂശക്കാലം 2-ാം ഞായർ. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 41 മുതൽ 53 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. ജയറോസിന്റെ മകൾ പുനർജീവിക്കുന്നു. രക്തസ്രാവക്കാരി സൗഖ്യം പ്രാപിക്കുന്നു. ഉത്തരം കിട്ടാത്ത ഒരു പ്രഹേളികയാണ് അസമയത്ത് കടന്നുവരുന്ന രോഗങ്ങളും ആകസ്മികമായ മരണവും. വെറും 12 വയസ്സ് മാത്രം പ്രായമുള്ള തന്റെ മരുമകൾ മരണാസന്നയായി രോഗത്തോട് മല്ലടിക്കുന്ന സമയം യേശുവിനെ ആശ്രയിക്കുന്ന സിനഗോഗ് അധികാരി ജയറോസിന്റെ സംഭവവും 12 വർഷമായ രക്തസ്രാവം മൂലം സകല വൈദ്യന്മാരെയും സമീപിച്ച് സമ്പാദ്യം മുഴുവൻ ചിലവഴിച്ചിട്ടും രോഗം മൂർച്ഛിച്ചുകൊണ്ടിരിക്കുന്നതല്ലാതെ യാതൊരു സൗഖ്യവും ലഭിക്കാത്ത രക്തസ്രാവക്കാരിയുടെയും സംഭവങ്ങളാണ് ഇന്നത്തെ ചിന്താവിഷയം. 2 പേർക്കും ആഗ്രഹിച്ച അനുഗ്രഹം നൽകി യേശു അവർക്ക് സന്തോഷം തിരിച്ചു നൽകുന്നു. 2 റൊട്ടിക്കഷണങ്ങൾക്കിടയിൽ ജാം തേച്ചും മറ്റും ഉണ്ടാക്കുന്ന സാൻഡ്വിച്ച് പോലുള്ള ഈ ഭാഗത്തെ സാൻഡ്വിച്ച് അത്ഭുതം എന്ന് തന്നെയാണ് വിളിക്കപ്പെടുന്നത്. യേശുവിന്റെ യാത്രയുടെ ലക്ഷ്യം ജയറോസിന്റെ മകളുടെ രോഗസൗഖ്യമായിരുന്നുവെങ്കിലും ആദ്യം നടക്കുന്നത് രക്തസ്രാവക്കാരിയുടെ രോഗശാന്തിയാണ്. രക്തസ്രാവം പ്രത്യുൽപാദനവുമായി ബന്ധപ്പെട്ട് മനുഷ്യന് നൽകപ്പെട്ട ദാനമാണെങ്കിലും അശ്രദ്ധ ചിലപ്പോൾ മരണവക്രത്തിലേക്ക് നയിക്കുന്നതുമാണ്. എന്റെ പരിചയത്തിൽ ഉള്ള ഒരു യുവാവിന്റെ ഗർഭിണിയായ ഭാര്യ രക്തസ്രാവത്തെ തുടർന്ന് എറണാകുളത്തുള്ള പ്രശസ്തമായ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ വെച്ച് 2 ദിവസം മുമ്പ് മരണമടഞ്ഞ വാർത്തയുടെ ഷോക്ക് ഇനിയും മാറിയിട്ടില്ല. മാസത്തിലൊരിക്കൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന രക്തസ്രാവം പോലും യഹൂദരെ സംബന്ധിച്ചിടത്തോളം ക്രൂരമായ, ഏറെ അശുദ്ധി വിളിച്ചു വരുത്തുന്ന അവസ്ഥയാണെന്ന് ലേവ്യ 15:1-33 നാം വായിക്കുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ 12 വർഷം തുടർച്ചയായി ഈ രോഗത്തിന് അടിമപ്പെട്ടവളുടെ അവസ്ഥ ചിന്തിച്ചു നോക്കൂ. എങ്കിലും സമൂഹത്തിന്റെ വിലക്കുകളൊക്കെ അവഗണിച്ചുകൊണ്ട് രഹസ്യമായിട്ടാണെങ്കിലും ജനക്കൂട്ടത്തിനിടയിലൂടെ തിക്കിത്തിരക്കി വന്ന് അവൾ വിശ്വാസത്തോടെ യേശുവിന്റെ വസ്ത്രത്തിന്റെ വിളുമ്പിൽ സ്പർശിക്കുന്നു. അവളുടെ വിശ്വാസം അവളെ രക്ഷിക്കുന്നു. ജനക്കൂട്ടം തിക്കിത്തിരക്കി അവനോടൊപ്പം നടന്നിരുന്നെങ്കിലും അത്ഭുതം കാണാനുള്ള ആകാംക്ഷ മാത്രമാണ് ഭൂരിപക്ഷം പേരിലും ഉണ്ടായിരുന്നത്. തീർച്ചയായും അവരിൽ പലർക്കും ശാരീരികവും മാനസികവുമായ രോഗങ്ങൾ ഉണ്ടായിരുന്നിരിക്കണം, സന്തോഷത്തെ കെടുത്തുന്ന ദുരിതങ്ങളും. എന്നാൽ അവന്റെ സാന്നിധ്യം രക്ഷയാക്കി മാറ്റുന്നത് ആ സ്ത്രീയാണ്, പിന്നീട് സിനഗോഗ് അധികാരിയും. കാരണം അവർ അവനിൽ വിശ്വസിച്ചു. വിശ്വസിക്കാത്തിടത്ത് യേശു കടന്നു വരില്ല. സ്വന്തം ഗ്രാമമായ നസ്രത്തിൽ പോലും അവന് അത്ഭുതങ്ങൾ കാണിക്കാൻ കഴിഞ്ഞില്ല. പ്രവാചകൻ സ്വന്തം നാട്ടിൽ ആദരിക്കപ്പെടുകയില്ല. യോഹന്നാൻ 4:44. നമ്മുടെ ധ്യാന കേന്ദ്രങ്ങളിലേക്ക് ചെന്നു നോക്കുക. ക്രൈസ്തവരും അടങ്ങുന്ന അനേകം പേർ അവിടെ കടന്നു വരുന്നു. കുറച്ചൊക്കെ പേർക്ക് വലിയ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നു, പ്രത്യേകിച്ച് അക്രൈസ്തവ മക്കൾക്ക്. പക്ഷേ പാരമ്പര്യ വിശ്വാസികളായ ക്രൈസ്തവരിൽ പലരും വന്ന പോലെ തന്നെ തിരിച്ചു പോകുന്നു. കാരണം അവരിൽ പലരുടെയും വിശ്വാസം ഹൃദയത്തിൽ തൊട്ടുള്ളതല്ല, വെറും പുറംപൂച്ച് മാത്രം. എല്ലാവർക്കും വിളമ്പിയത് ഒരേ വചനമാണ്. അവനാകുന്ന നന്മ നമ്മുടെ ചുറ്റും എപ്പോഴും ചൂഴ്ന്നു നിൽക്കുന്നുണ്ട്, നിറഞ്ഞു കവിഞ്ഞു ഒഴുകുന്നുണ്ട്. എല്ലാം സൗജന്യമായി നൽകപ്പെട്ടിരിക്കുകയാണ്. അത് അനുഭവിക്കേണ്ടതും പകർന്നെടുക്കേണ്ടതും പ്രയോജനപ്പെടുത്തേണ്ടതും നമ്മുടെ കടമയാണ്. നിത്യജീവിതത്തിലും ഇത് അനർത്ഥമാണ്. പറമ്പുള്ളവൻ കൊത്തിക്കിളച്ചില്ലെങ്കിൽ അവിടെ പുല്ലും കാടും മുള്ളുകളും വളരും. സ്ഥിരോത്സാഹം കായിക മത്സരത്തിൽ 1-ാം സ്ഥാനം നേടിത്തരും, പഠനത്തിൽ നല്ല മാർക്ക് ലഭിക്കും. ഭൗതിക വിഷയത്തിൽ എന്നെപ്പോലെ തന്നെയാണ് ആത്മീയ വിഷയവും. താലന്തുകളുടെ ഉപമയിൽ യേശു പകർന്നു തരുന്ന സന്ദേശവും ഇതുതന്നെയാണല്ലോ. ഉള്ളവന് വീണ്ടും നൽകപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും. മത്തായി 25:14-30. 12 വർഷമായി രോഗബാധ മൂലം അശുദ്ധയായി ജീവിച്ച അവൾ ജീവിച്ചിരുന്നുവെങ്കിലും സാമൂഹ്യ ബന്ധങ്ങൾ നിഷേധിക്കപ്പെട്ടിരുന്നതിനാൽ മരിച്ചവൾക്ക് തുല്യയായിരുന്നു. ജനത്തിരക്കിൽ എല്ലാവരും തിക്കി ഞെരുങ്ങിപ്പോകുമ്പോൾ യേശു പറയുന്നു, ആരോ എന്നെ സ്പർശിച്ചു. വിശ്വാസത്തോടു കൂടിയുള്ള വിളിയും പ്രാർത്ഥനയും സ്പർശനവുമൊക്കെ യേശു തിരിച്ചറിയുന്നുണ്ട്. ജനക്കൂട്ടത്തിൽ മറ്റാർക്കും അതുണ്ടായിരുന്നില്ല. അതിനാൽ അവർക്ക് ഒന്നും ലഭിച്ചില്ല. നമ്മെക്കുറിച്ച് ചിന്തിക്കാം. നാം സ്പർശിക്കുക മാത്രമല്ല ഉൾക്കൊള്ളുക കൂടെ ചെയ്യാൻ തുടങ്ങിയിട്ട് വർഷം എത്രയായി? ആൾക്കൂട്ടത്തിലെന്ന പോലെ ഒരു ചടങ്ങ് മാത്രമായി തീർന്നില്ലേ നമ്മുടെ വിശ്വാസ ജീവിതം? ഒരുക്കത്തോടും വിശ്വാസത്തോടും കൂടെ നമ്മിൽ എത്ര പേർ വിശുദ്ധ കുർബാനയ്ക്ക് വന്നണയുന്നുണ്ട്? പാപാവസ്ഥയിലാണെന്ന് ഉറപ്പുണ്ടായിട്ട് പോലും സമൂഹത്തെ ബോധിപ്പിക്കാൻ നാം അയോഗ്യതയോടെ കുർബാന സ്വീകരിക്കാറില്ലേ? യാതൊരു പ്രയോജനവുമില്ല എന്ന് മാത്രമല്ല, കൂടുതൽ അനർത്ഥങ്ങളാണ് അത് വിളിച്ചു വരുത്തുന്നത്.
അയോഗ്യതയോടൊപ്പം അപ്പം ഭക്ഷിക്കുന്നവർ തങ്ങളുടെ തന്നെ ശിക്ഷാവിധിയാണ് സ്വീകരിക്കുന്നത് എന്നാണ് വചനം പറഞ്ഞിരിക്കുന്നത്. നിങ്ങളിൽ പലരും രോഗികളും ദുർബലരും ആയിരിക്കുന്നതിനും ചിലർ മരിച്ചുപോയതിനും കാരണം ഇതാണ്. 1 കൊറിന്തോസ് 11:27-30. മരണസന്നിയായി കിടക്കുന്ന തന്റെ ഏകമകൾ മരണമടയുന്നതിന് മുമ്പ് യേശുവിനെ എത്രയും വേഗം കൂട്ടിക്കൊണ്ടു പോകാനുള്ള തിരക്കിലായിരുന്നു ജൈറോസ്. അപ്പോഴാണ് വഴിമുടക്കിയായി ഒരു സ്ത്രീ വന്നെത്തുന്നത്. അവൻ തീർച്ചയായും അസ്വസ്ഥനായി കാണും. അധികാരമുള്ളവനായിരുന്നിട്ടും സമചിത്തതയോടെ അവൻ കാത്തു നിൽക്കുന്നു. ദൈവം ആഗ്രഹിക്കുന്ന ഒരു പുണ്യമാണത്. നമ്മുടെ ആവശ്യങ്ങൾ നമ്മേക്കാൾ കൂടുതലായി ദൈവത്തിനറിയാം. തക്ക സമയത്ത് അവൻ ഇടപെട്ടുകൊള്ളും. ലൂക്ക 11:13. ജൈറോസ് ഭയപ്പെട്ടതുപോലെ തന്നെ അവന്റെ വീട്ടിൽ നിന്നുള്ള അറിയിപ്പെത്തി. മകൾ മരിച്ചുപോയി. ഗുരുവിനെ ഇനി ബുദ്ധിമുട്ടിക്കേണ്ട. ആകെ തകർന്നു തരിപ്പണമായ ആ പിതാവിനോട് യേശു പറയുന്നു, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. വിശ്വസിക്കുന്നവർക്ക് മാത്രം യേശു നൽകുന്ന പ്രത്യാശയാണത്. മരിച്ച വീട്ടിലെത്തിയപ്പോൾ കുഞ്ഞിന്റെ മരണത്തെക്കുറിച്ച് ആവലാതിപ്പെട്ട് വിലപിച്ചുകൊണ്ടിരിക്കുന്നവരോട് അവൻ പറഞ്ഞു, കരയേണ്ട, അവൾ ഉറങ്ങുകയാണ്. അത് കേട്ടവരൊക്കെ അവനെ പരിഹസിച്ചു. കാരണം അവർക്ക് അവനിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല. അതിനാൽ പെൺകുട്ടിയുടെ പിതാവിനെയും മാതാവിനെയും തന്റെ ശ്രേഷ്ഠ ശിഷ്യന്മാരെയും അല്ലാതെ ആരെയും അവൻ അകത്ത് കടക്കാൻ അനുവദിച്ചില്ല. വിശ്വാസമില്ലടത്ത് ഒരു നെഗറ്റീവ് എനർജി കടന്നു വരും. അങ്ങനെയുള്ളപ്പോൾ യേശുവിന് പോലും അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ സാധിക്കില്ല. നമ്മുടെ ജീവിതത്തിലും ഇത് അനർത്ഥമാണ്. നടക്കില്ല എന്ന മുൻവിധിയോടെ ചെയ്യുന്ന ഒരു കാര്യവും നടക്കില്ല. എന്നാൽ ഭാവാത്മകമായി ചെയ്യുന്ന ഏത് കാര്യവും നടക്കും. അത് യേശുവിനോടൊപ്പമാണെങ്കിൽ 100% നടക്കും. നിങ്ങൾക്ക് ഒന്നും അസാധ്യമായിരിക്കുകയില്ല. നമ്മുടെ പ്രതിസന്ധികളിൽ നാം ആരെയാണ് സമീപിക്കുന്നത്? ശാസ്ത്രീയമായ പഠനം നടത്തിയ വിദഗ്ധ കൗൺസിലർമാരെയാകാം. പക്ഷേ അവർ പരാജയപ്പെടുന്നിടത്ത് യേശു വിജയിക്കുന്നു. രോഗമൂർച്ചയിൽ വിദഗ്ധ ചികിത്സാ കേന്ദ്രങ്ങളുണ്ട്. പക്ഷേ അവർ പരാജയപ്പെടുന്നിടത്ത് ദൈവം വിജയിക്കുന്നു. മരുന്നോ ലേപനമോ അല്ല, കർത്താവിന്റെ വചനമാണ് സൗഖ്യം നൽകുന്നത്. ജ്ഞാനം 16:12. അതിന്റെ ഉത്തമ ഉദാഹരണങ്ങളാണ് ഇന്നത്തെ ഈ 2 അത്ഭുതങ്ങളും. വിശ്വസിക്കുന്നവരിൽ ഇതൊക്കെ ഇന്നും നടക്കുന്നു. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും സജീവനായി നമ്മുടെ ഇടയിലുണ്ട്. വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൂരത്തിൽ സമീപസ്ഥനായി അവൻ നമ്മോടൊപ്പമുണ്ട്. നിയമാവർത്തനം 4:7. മറ്റു ചിലരാകട്ടെ പ്രതിസന്ധികളിൽ ആശ്രയിക്കുന്നത് മദ്യത്തിലും മയക്കുമരുന്നിലുമാണ്. താൽക്കാലിക ശമനം കിട്ടുന്നുണ്ടാകാം. പക്ഷേ കാലക്രമേണ അവർക്കും സമൂഹത്തിനും തലവേദനയും രോഗങ്ങളുമായി അവർ നിരാശയിൽ ജീവിക്കുന്നു. ChatGPT പോലുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ജീവിത വിജയം കൈവരിക്കാമെന്ന് കരുതുന്നവരുമുണ്ട്. ഇതൊക്കെ ഓരോരോ മാർഗങ്ങളാണെങ്കിലും ആത്യന്തികമായ സുനിശ്ചിതമായ വിജയം യേശുവിൽ മാത്രമാണെന്ന് ഇന്നത്തെ സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നു. ഈ വചനം നമുക്ക് ഓർത്തിരിക്കാം, ഉരുവിട്ടുകൊണ്ടിരിക്കാം. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ കഴിയും. ഫിലിപ്പി 4:13. ഏത് പ്രതിസന്ധിയിലും ഏത് നിരാശയിലും നിന്നെ ശക്തനാക്കാൻ കഴിയുന്നവൻ യേശു മാത്രമാണ്.